ശ്രീഹരിയം ദശകം 15 കപിലോപദേശം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സുഖാസക്തി മൂലം ബുദ്ധി സംസാരബന്ധിതമാകും. ആസക്തിയില്ലാത്തവനോ മോക്ഷം ലഭിക്കും. സജ്ജന സംസർഗത്താലെ ഉത്തമമാം ഭക്തി നേടൂ. ദേവഹൂതിയോടു ചൊല്ലി കപിലമൂർത്തി. മൂലപ്രകൃതിയും മഹത്തത്വവും അഹങ്കാരവും മനസ്സ് തന്മാത്രഭൂതം ഇന്ദ്രിയങ്ങളും മനസ്സിലാക്കുന്നവനെ മായയെന്നും വിട്ടുമാറും. ദേവഹൂതിയോടു ചൊല്ലി കപിലമൂർത്തി. ആസക്തനാം പുരുഷനെ പ്രകൃതി നൂനം പ്രാപിക്കും. അല്ലെങ്കിലോ ഇഴുകിപ്പിടിക്കുന്നുമില്ല. തത്വം അറിഞ്ഞെന്നെ ഭജിക്കുന്നവനോ മോക്ഷം നേടും. ദേവഹൂതിയോടു ചൊല്ലി കപിലമൂർത്തി. യമനിയമാസന പ്രാണായാമങ്ങൾ ശീലിക്കുക. ചിത്തശുദ്ധി വരുത്തുക. അതിനുശേഷം ഗരുഡാധിരൂഢ മേഘവർണ്ണനെ ഭജിച്ചിടുക. ദേവഹൂതിയോടു ചൊല്ലി കപിലമൂർത്തി. എൻ്റെ ഗുണസമൂഹവും ലീലകളും നാമങ്ങളും ഗംഗ പോലെയുള്ള ഭക്തി കനിഞ്ഞു നൽകും. ഉത്കൃഷ്ടമാം ഭക്തി എന്നും മരണത്തെ ജയിക്കുന്നു. ദേവഹൂതിയോടു ചൊല്ലി കപിലമൂർത്തി. എന്നിൽ ഭക്തിയില്ലാത്തവൻ ഹിംസ ചെയ്തു ധനം നേടി കുടുംബ പ്രാരാബ്ധങ്ങളിൽ പെട്ടുഴലുന്നു. ഇത്തരം ലൗകികർക്കെന്നും നരക ദുഃഖം ലഭിക്കും. ദേവഹൂതിയോടു ചൊല്ലി കപിലമൂർത്തി. ഗർഭപാത്രത്തിങ്കലുള്ള കുഞ്ഞിനു ലഭിക്കും ജ്ഞാനം. പെറ്റു വീഴും നേരം അതു നഷ്ടപ്പെടുന്നു. കഷ്ടപ്പാടുകൾ നിറഞ്ഞ ബാല്യകൗമാരങ്ങൾ കഷ്ടം. ദേവഹൂതിയോടു ചൊല്ലി കപിലമൂർത്തി. പിതൃദേവാദികൾക്കായി യജ്ഞം ചെയ്യും ധാർമ്മികനും തെക്കൻ വഴി പോയി അധപതിച്ചിടുന്നു. എന്നിൽ സമർപ്പിത കർമ്മം ഉത്തരമാർഗമാമതു. ദേവഹൂതിയോടു ചൊല്ലി കപിലമൂർത്തി. അറിയേണ്ടതറിഞ്ഞോരാ ദേവഹൂതി സ്തുതി ചെയ്തു. അനുഗ്രഹം നൽകി അങ്ങു യാത്രയുമായി. ഭക്തിയോഗം കൊണ്ടു ദേവഹൂതി മോക്ഷാവസ്ഥ നേടി. വടക്കു കിഴക്കു ഭാഗെ ഭവാൻ പാർക്കുന്നു. അവിടുത്തെ പാദത്തിങ്കലുള്ള ഭക്തി ഭയം മാറ്റും. സകല അഭീഷ്ടങ്ങളും നിറവേറ്റിടും. അവിടുന്നു തന്നെ ഇതു ഉറപ്പിച്ചു പറയുന്നു. അതിനാലൻ രോഗം മാറ്റി ഭക്തി നൽകണേ. നാരായണ 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 വാതാലയേശ.